എന്തിനു വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്? ഇത് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളൊരു വലിയ കേന്ദ്രീകരണ സ്ഥാപനമാകണം. ഓ, ഇത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു കേന്ദ്രീകൃത സ്ഥാപനമാക്കണം അല്ലേ? കഴിഞ്ഞ ദിവസം ഭീമൻ രഘുവേര എന്തായിരുന്നു പറഞ്ഞത്? ഓ, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ആണല്ലോ അയ്യപ്പൻ എന്നല്ലേ? അപ്പൊ ഇതെല്ലാം കൂടെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ബാക്കി അത് നമ്മുടെ പത്തനംതിട്ടയുടെയും കോട്ടയത്തിന്റെയും അതുപോലെ തന്നെ എറണാകുളത്തിന്റെയും ഒക്കെ വലിയ തരത്തിലുള്ള വളർച്ചക്കിടയാക്കും. ചേടാ, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു കേന്ദ്രീകൃത സ്ഥാപനത്തിന് 3 ജില്ലകളെ വളർത്താനുള്ള ശേഷി അപ്പൊ ഉണ്ടാകത്തുള്ളൂ. എന്നതാണോ പറയുന്നേ? സൗദി അറേബ്യ 1 ലക്ഷം ആളുകൾ ആ വിമാനത്തിൽ പോവുകയും അവിടെ എത്തുകയും ഈ വ്രതാനുഷ്ഠാനങ്ങളിൽ അവരുടെ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് ദർശനം നടത്തി വരുന്നത്. ശരിയാ കേട്ടോ. ഇന്ത്യ ഉൾപ്പെടെയുള്ള എത്ര വിമാനങ്ങളാ ലക്ഷക്കണക്കിന് ആളുകളെയും വഹിച്ചുകൊണ്ട് സൗദി അറേബ്യയിൽ പോകുന്നത് അല്ലേ? അവിടുത്തെ തീർത്ഥാടനത്തിലൂടെ എന്തൊരു വളർച്ചയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ശബരിമലയെ കേരളത്തിലെ ഒരു മക്കയാക്കണം അല്ലേ? അങ്ങനെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കണം. അതാണ് അണ്ണന്റെ ഉദ്ദേശം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ആ രാജ്യത്തിന്റെ മുഴുവൻ വളർച്ചയില്ലേ എന്തൊരു മാറ്റമാണ് അവിടെ ഉണ്ടാകുന്നത്. അണ്ണ, ഒരു ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്തൊരു മാറ്റമാ മാറിയത്. ഇത് സൗദി അറേബ്യക്ക് വേണ്ടിയിട്ടുള്ള ഡയലോഗല്ല, ഇത് കേരളത്തിന് വേണ്ടി ഇവിടുത്തെ ബഹുകുത്ത് മുഖ്യമന്ത്രി ഇറക്കിയ ഡയലോഗാ. എന്തൊരു മാറ്റമാ മാറിയത്. നോ പ്രോബ്ലം, എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. ഇന്ന് നിങ്ങൾ നോക്ക്, അയ്യപ്പ ദർശനത്തിന്റെ ഭാഗമായിട്ട് ശബരിമലയിലെ നട തുറക്കുമ്പോഴേക്കും എത്രമാത്രം മനുഷ്യരുടെ വന്നെത്തുകയാണ് അയ്യപ്പ ഭക്തന്മാർ. അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? ഓ, അത് നിങ്ങൾ വിളിച്ചു വരുത്തിയ 400 പേരുടെ ആ ഒരു ശക്തി കൊണ്ടായിരിക്കും, ആ പവർ കൊണ്ടായിരിക്കും അല്ലെ? നിങ്ങൾ നടത്തിയ സംഗമത്തിന്റെ ആ ഒരു പവർ കൊണ്ടായിരിക്കും. അനിയ, ഞാൻ പുകഴ്ത്തി പറയാന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയുക. ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. പൊന്നണ്ണ, എല്ലാ വർഷങ്ങളിലും കാലാകാലങ്ങളായിട്ട് തിക്കും തിരക്കും ഒക്കെ അവിടെ ഉണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ദർശനത്തിന് വേണ്ടി എത്തുന്നുണ്ട്. ആ നാട് മുഴുവൻ വെളിച്ചം പകരുകയല്ലേ? ആ നാട് മുഴുവൻ ഉണരുകയല്ലേ? ഓ, രോമാഞ്ചം വരുന്നു അണ്ണാ. വിശ്വാസമൊക്കെ തലയ്ക്ക് പിടിച്ചോ? മിത്ത് മുത്തായോ? അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ.